ശിവായ. മമ ഗുരു മഹാദേവ നമസ്തുതേ. മഹാദേവനിലും സ്വയംഭൂസ്ഥാനിലും വിശ്വാസമർപ്പിച്ചിരിക്കുന്ന സജ്ജനങ്ങളെ, നിങ്ങൾക്ക് ഏവർക്കും മഹാദേവന്റെ അനുഗ്രഹങ്ങളും കൃപയും ഉണ്ടായിരിക്കുന്നതിലേക്കായി പ്രാർത്ഥിക്കുന്നു. നമ്മൾ ഇതുവരെയായിട്ട് ദ്വാദശ ശിവലിംഗങ്ങളുടെ ഉത്ഭവവും അതിനെക്കുറിച്ചുള്ള ഐതിഹ്യങ്ങളുമൊക്കെ പഠിച്ചു വരികയായിരുന്നു. ഇന്നിപ്പോൾ നമ്മൾ കേദാരേശ്വരത്തിന്റെ ഉത്ഭവം പഠിക്കുന്നു. കേദാർ. അപ്പോൾ ചെറിയൊരു കഥയാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. വളരെ പല കഥകളുമുണ്ട്. പക്ഷേ ഇതിനകത്ത് ഈ ഐതിഹ്യപ്രകാരം നമുക്ക് അവിടെ എങ്ങനെയാണ് എന്താണ് സംഭവിച്ചതെന്ന് നോക്കാം. അവിടെ എങ്ങനെയാണ് ഇതുണ്ടായതെന്ന്, അവിടെ കേദാർ ഉത്ഭവിച്ചതെന്നും, അവിടെ ഭഗവാൻ എങ്ങനെ വന്ന് വസിച്ചു എന്നും, ആരുടെ നിർദ്ദേശപ്രകാരം വന്നുവെന്നും, എന്തിനു വേണ്ടി വന്നുവെന്നൊക്കെ നോക്കാം. അപ്പോൾ മുൻകാലത്തെ പ്രഭാഷണങ്ങളിൽ ഗുരു പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെയും നിങ്ങൾ ഓരോ ഈ കീർത്തനം ചൊല്ലുമ്പോഴൊക്കെയും നിങ്ങൾക്ക് ഈ കഥകൾ അല്ലെങ്കിൽ ഈ ഐതിഹ്യങ്ങൾ കൂടി ഓർമ്മ വരണം. കാരണം അതുകൊണ്ട് വളരെ ഉപയോഗമുണ്ട് മക്കളെ. നിങ്ങൾക്ക് ഈ അതിന്റെ ഉത്ഭവ കാര്യങ്ങൾ കൂടി മനസ്സിൽ തെളിയുമ്പോൾ നിങ്ങളുടേതായ ചില നെഗറ്റീവ്സുകൾ, നിങ്ങളുടെ ചില പൂർവജന്മ കെട്ടുകൾ ഇങ്ങനെ അത് അഴിഞ്ഞു പോകും. അങ്ങനെ ഒരു ഊർജമുണ്ട്. ഒരു പഴയ കാല പ്രവർത്തനങ്ങളുടെ ഫലമായി നിങ്ങളിൽ വന്ന് ഭവിച്ചിരിക്കുന്ന ഒരു ഊർജം. അപ്പൊ അതൊക്കെ അങ്ങ് മാറിപ്പോയിട്ട് ഇത് അന്ധവിശ്വാസമല്ല, ജപത്തിൽ കൂടി മാത്രം സാധിക്കുന്ന കാര്യമാണ്. അതിന് ഈ ആഭിചാരം, കൂടോത്രം, അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ അത്തരത്തിൽ ഇങ്ങനെയുള്ള ഭഗവാന്റെ കഥകൾ ശ്രവിച്ചും കേട്ടുമൊക്കെ ഇരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയിലൊരു പോസിറ്റീവ് ഉണ്ടാകും. അത് അനുഭവസ്ഥർ ഏറെയാണ്, അവർക്ക് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ ആ രീതിയിലേക്ക് വരണം. അപ്പോൾ നമുക്ക് ഇന്ന് ചെറിയൊരു കാര്യമാണത്, പെട്ടെന്ന് കഴിയും. അപ്പോൾ നമുക്കത് നോക്കാം. മഹാവിഷ്ണുവിന്റെ 2 അവതാരങ്ങളാണല്ലോ നരനാരായണന്മാർ. നമ്മളിത് നേരത്തെ പ്രപഞ്ചോൽപത്തിയിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നരനാരായണന്മാർ ഉണ്ടായ കാര്യം. ഇവർ ഭാരതവർഷത്തിലെ ബദരീകാശ്രമത്തിൽ തപസ്സു ചെയ്തു വന്നു. അങ്ങനെ നരനാരായണന്മാർ എന്ന 2 അവതാരങ്ങള് എന്ത് ചെയ്തു? ബദരീകാശ്രമത്തിൽ തപസ്സു ചെയ്യുകയായിരുന്നു. ബദ്രീനാഥ് എന്ന് ഇപ്പൊ നമുക്ക് അറിയാൻ പറ്റും, ആ സ്ഥലമാണ്. അവിടെ ഒരു ശിവലിംഗം ഉണ്ടാക്കി വെച്ചുകൊണ്ട് ഭഗവാൻ ശിവൻ അതിൽ സ്ഥിതി ചെയ്തുകൊണ്ട് തങ്ങളുടെ പൂജാവിധി സ്വീകരിക്കണമെന്ന് പ്രാർത്ഥനയോടെ നരനാരായണന്മാർ ഭഗവാനെ ധ്യാനിച്ചു. മനസ്സിലായല്ലോ? മഹാവിഷ്ണുവിന്റെ 2 അവതാരങ്ങളായ നരനാരായണന്മാർ എന്തു ചെയ്തു? അവരുടെ തപസ്സിന്റെ എന്താണോ ആവശ്യം അത് നിറവേറ്റുന്നതിന് വേണ്ടിയിട്ടും അവരുടെ പ്രാർത്ഥനയ്ക്കും പൂജാവിധികൾക്കുമെല്ലാം അവരുടെ എല്ലാം സ്വീകരിക്കണമെന്ന പ്രാർത്ഥനയോടുകൂടി അവർ ഒരു ശിവലിംഗം സ്ഥാപിച്ചുകൊണ്ട് ഭഗവാനെ ധ്യാനിച്ചു. അങ്ങനെ കുറച്ചു നാളുകൾ കടന്നുപോയി എന്ന് പറയുവാൻ കാരണം, ഭഗവാൻ ഇത് മറ്റു ദേവന്മാരോ അസുരന്മാരോ ഒന്നും അല്ലല്ലോ, നരനാരായണനാണ്. അതായത് വിഷ്ണു ഭഗവാന്റെ അവതാരമല്ലേ. അപ്പോ ആ ആദ്യത്തെ അവതാരമായ ഈ നരനാരായണന്മാർ, നരനും നാരായണനും, അപ്പൊ ഈ 2 പേരും കൂടി ഇരുന്ന് തപസ് ചെയ്ത് ശിവലിംഗമുണ്ടാക്കി പൂജിക്കുമ്പോൾ അതില് ഈ ഭൂലോകത്തിന് വേണ്ടി എന്തോ ഒരു കാര്യം ഉണ്ട്, അല്ലാതെ അവർക്ക് വേണ്ടിയല്ല. അപ്പോൾ അത് മനസ്സിലാക്കിയ ഭഗവാൻ എന്ത് ചെയ്തു? അവിടെ പ്രത്യക്ഷനായി ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഇരുവരുടെയും പൂജയിൽ നാം സന്തുഷ്ടനായിരിക്കുന്നു. അതിനാൽ നിങ്ങൾ ഇരുവരും എന്നിൽ നിന്ന് എന്തെങ്കിലും വരം വാങ്ങിക്കൊള്ളുക. ഇത് കേട്ട് നരനാരായണന്മാർ ഇങ്ങനെ പറഞ്ഞു, മഹേശ്വര, അവിടുന്ന് സന്തുഷ്ടനാണെങ്കിൽ അങ്ങ് സ്വന്തം രൂപത്തിൽ പൂജ സ്വീകരിക്കുന്നതിന് ഇവിടെ സ്ഥിരമായി നിലകൊള്ളുക. മനസ്സിലായല്ലോ? അപ്പോ അവര് അങ്ങനെ മറ്റു ആഗ്രഹങ്ങളൊന്നും അല്ല പറയുന്നത്. അവിടെ അങ്ങയുടെ സ്വന്തം രൂപത്തിൽ തന്നെ അങ്ങ് ഇവിടെ വസിക്കണം. ഇവിടുത്തെ പൂജാവിധികൾ സ്വീകരിക്കുന്നതിന് വേണ്ടി ഇവിടെ അങ്ങയുടെ സ്വന്തം രൂപത്തിൽ തന്നെ അങ്ങ് ഉണ്ടാകണം. ഇതാണ് അടിയങ്ങളുടെ ആഗ്രഹം എന്ന് പറഞ്ഞു. നരനാരായണന്മാരുടെ നിർബന്ധം, അത് അദ്ദേഹം ആ ഒരു നിർബന്ധപൂർവമുള്ള അപേക്ഷ കേട്ട് മഹേശ്വരൻ ഹിമാലയത്തിലെ കേദാരം എന്ന പുണ്യസ്ഥലത്ത് വന്ന് സ്വയം ജ്യോതിർലിംഗ രൂപത്തിൽ പ്രതിഷ്ഠിതനായി. അതായത് ഈ ഹിമാലയത്തിലെ കേദാരം എന്ന, നമ്മൾ കേദാർനാഥ് എന്ന് പറയുന്ന സ്ഥലം, അവിടെ ഭഗവാൻ സ്വയം ശിവലിംഗ രൂപത്തിൽ പ്രതിഷ്ഠിതനായി. അപ്പൊ നമ്മൾ ഇതുവരെ നമ്മൾ പഠിച്ചതും വായിച്ചതും ഒക്കെയും എന്താ, ആരെങ്കിലുമൊക്കെ പ്രതിഷ്ഠിച്ച് അവർ പൂജയും ധാരയും ഒക്കെ നടത്തി അങ്ങനെ ഉള്ള ശിവലിംഗത്തിലേക്ക് ഭഗവാന്റെ ഊർജം വന്നിട്ട് അവിടെ അങ്ങനെ ഒരു ശിവലിംഗം സ്ഥാപിക്കപ്പെടുന്നതായിട്ടാണ് നമ്മൾ പഠിച്ചത്, ആണല്ലോ നമ്മൾ മനസ്സിലാക്കിയത്. എന്നാൽ ഇവിടെ കേദാർനാഥിൽ എന്താണ്? കേദാരത്തിൽ ഇവിടെ ആ സ്ഥലത്ത് ഭഗവാൻ സ്വയം
ജ്യോതിർലിംഗ രൂപത്തിൽ പ്രതിഷ്ഠിതനായി എന്നാണ് പറഞ്ഞത്. അതായത് ആ കേദാർനാഥിലെ ശിവലിംഗത്തെ ആരും പ്രതിഷ്ഠിച്ചതല്ല, അത് ഭഗവാൻ തന്നെ സ്വയം ഇറങ്ങി വന്ന് ജ്യോതിർലിംഗ രൂപത്തിൽ പ്രതിഷ്ഠിതനായി എന്നാണ് പറയുന്നത്. ഇങ്ങനെ ജ്യോതിർലിംഗ രൂപത്തിൽ ഭഗവാൻ സ്വയം പ്രതിഷ്ഠിതനായി എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടുത്തെ പ്രഭാഷണങ്ങളിൽ, ആദ്യകാല പ്രഭാഷണങ്ങളിൽ പ്രപഞ്ചോൽപത്തിയിൽ നമ്മൾ പഠിക്കുകയുണ്ടായി. ഓങ്കാരത്തിന്റെ മൂർത്തിയായ സദാശിവനിൽ നിന്നുമുണ്ടായ സദാശിവന്റെ മൂർത്തി രൂപമായിരുന്ന ജ്യോതിർലിംഗം പ്രപഞ്ചത്തിൽ അങ്ങകലെ ഒരു പൊട്ടുപോലെ നിന്നിരുന്നു. ഇന്ന് ശാസ്ത്രജ്ഞന്മാർ പറയുന്ന ജ്യോതിസ്, ഒരു പൊട്ട്. അവരും അങ്ങനെ തന്നെ പറയണം, ഒരു പൊട്ട്, ഒരു ജ്യോതിസ്. ഈ എല്ലാം ശൂന്യമായിരിക്കുന്ന സമയത്ത് അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നാ ഇപ്പോഴും അവർ പറയുന്നത്, ഇപ്പോഴാ കണ്ടുപിടിച്ചത്. അപ്പോ അന്ന് ഈ പ്രപഞ്ചോൽപത്തിയിൽ നമ്മളിവിടെ സംസാരിച്ചതിൽ പ്രകാരം ഈ ലോകം, ഈ പ്രപഞ്ചവും ഒക്കെ ഉണ്ടാകുന്നതിന് മുന്നേ സദാശിവന്റെ മൂർത്തി രൂപമായി നിന്ന ആ ജ്യോതിർലിംഗം അങ്ങകലെ പ്രപഞ്ചത്തിൽ ഒരു പൊട്ട് കണക്കെ, ഒരു ജ്യോതിസ് പോലെ, ഒരു പ്രകാശം പോലെ ഒരു പൊട്ട് കണക്കെ നിന്നിരുന്നു. അത് ആണ് ശിവലിംഗമായി പിന്നീട് ആവിർഭവിച്ചത്. അതേ ഒരു ഇതുള്ള, എങ്ങനെയാണ്, അതേ ഒരു ഊർജവും അതേ സ്വഭാവവുമുള്ള ആ ഒരു ജ്യോതിർലിംഗമാണ് ഭഗവാൻ സ്വയം കേദാർനാഥിലായി സ്ഥാപിച്ചത്, അവിടെ പ്രതിഷ്ഠിതനായത്. അങ്ങനെ ഭഗവാൻ തന്നെ ഒരു ശിവലിംഗമായി തീർന്നിട്ട് അവിടെ വന്നു നിൽക്കുന്നു പ്രതിഷ്ഠിതനായി. അപ്പോൾ കേദാർനാഥിൽ ഇരിക്കുന്നത് മറ്റാരും പ്രതിഷ്ഠിച്ചതല്ല, ഭഗവാൻ തന്നെ സ്വയം പ്രതിഷ്ഠിതനായതാണ്. അന്നു മുതൽ സകലരുടെയും ഭയങ്ങളും നശിപ്പിക്കുന്നതിനും ലോകർക്ക് ഉപകാരം ചെയ്യുന്നതിനും അവർക്ക് ദർശനം നൽകുന്നതിനും വേണ്ടി കേദാരേശ്വരൻ എന്ന പേരിൽ വിഖ്യാതനായി അവിടെ വസിക്കുന്നു. ആ ജ്യോതിർലിംഗത്തെ നിത്യവും ദർശനം ചെയ്ത് വണങ്ങുന്ന ഭക്തന്മാർക്ക് ഭഗവാൻ വലിയ അനുഗ്രഹത്തെ നൽകുന്നു. ഭക്തിപൂർവം കേദാര പൂജ നടത്തുന്നവർക്ക് സ്വപ്നത്തിൽ പോലും ദുഃഖമുണ്ടാകുന്നതല്ല. കേട്ടല്ലോ, കാരണം ആ ശിവലിംഗത്തിനപ്പുറം മറ്റൊരു ശിവലിംഗമില്ല. അപ്പോൾ ഭക്തിപൂർവം നമ്മൾ ആ ശിവലിംഗത്തിൽ ധാരയോ നമ്മൾ എന്തെങ്കിലും ഒക്കെ ആഗ്രഹങ്ങളോ എല്ലാം സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യും? അവിടെ നമുക്ക് സ്വപ്നത്തിൽ പോലും ദുഃഖം ഉണ്ടാകുന്നതല്ല. ചില എത്ര സുഖമുള്ള ആൾക്കാരും എത്ര സൗഖ്യമുള്ള ആൾക്കാരും കിടന്നുറങ്ങുമ്പോൾ ഉറങ്ങാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഉറങ്ങിക്കഴിഞ്ഞാൽ ദുസ്വപ്നങ്ങൾ കാണുന്നു, സ്വപ്നത്തിൽ കൂടി ദുഃഖങ്ങൾ അനുഭവിക്കുക, അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നു അതുപോലും ഉണ്ടാകത്തില്ലെന്നാ പറയുന്നത്. സ്വപ്നത്തിൽ പോലും ദുഃഖം ഉണ്ടാകുന്നതല്ല. ഏതൊരു ശിവഭക്തൻ ശിവലിംഗത്തിന് സമീപം ശിവരൂപത്താൽ അങ്കിതമായ കൈവള അർപ്പിക്കുന്നുവോ അവൻ വള ചാർത്തിയ ഭഗവൽ രൂപം നേരിട്ട് ദർശിച്ച് സകല പാപങ്ങളിൽ നിന്ന് മുക്തി നേടുന്നതോടൊപ്പം ജീവൻ മുക്തനാവുകയും ചെയ്യും. ഇതവിടുത്തെ ഒരു പൂജാക്രമമാണ്. അപ്പോൾ എന്താണ് അവിടെ അത് ചെയ്യേണ്ടതെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഏതൊരു ശിവഭക്തൻ ശിവലിംഗത്തിന് സമീപം ശിവരൂപത്താൽ അങ്കിതമായ കൈവള, അതായത് ഒരു കയ്യിലിടുന്ന വളയാണ്. നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും ഈ ഋഷിമാരൊക്കെ ഇപ്പോൾ ഹിമാലയത്തിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ശിവരൂപമായിരിക്കുന്ന ഒരു വള ധരിച്ചിരിക്കുന്നത് കാണാം. അപ്പോൾ ശിവരൂപത്താൽ, ശിവരൂപം എന്ന് പറയുന്നത് ശിവലിംഗത്താൽ, ചുറ്റും ശിവലിംഗത്താൽ അങ്കിതമായിരിക്കുന്നു. അപ്പൊ ശിവലിംഗത്താൽ തന്നെ പൊതിഞ്ഞിരിക്കുന്ന ഒരു കൈവള അർപ്പിക്കുന്നുവോ അവൻ ആ വള ചാർത്തിയ ഭഗവൽ രൂപം നേരിട്ട് ദർശിച്ച് സകല പാവങ്ങളിൽ നിന്ന് മുക്തി തേടുന്നതോടൊപ്പം ജീവൻ മുക്തനാവുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ജീവൻ മുക്തൻ എന്ന് പറയുമ്പോൾ അവിടെ വെച്ച് മരിച്ചു പോകുമെന്നോ അല്ലെങ്കിൽ പിന്നീട് മരിക്കുമെന്നുള്ളതല്ല. ജീവൻ മുക്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് പുനർജന്മം ഇല്ലാത്ത അവസ്ഥയിലേക്ക്, ഭഗവാനിലേക്ക്, കൈലാസത്തിലേക്ക് ചെന്ന് നമുക്ക് ഭഗവാനെയും സ്തുതിച്ച് അവിടെ സന്തോഷത്തോടു കൂടി വസിക്കുന്ന ഒരവസ്ഥ. മറ്റു പലരും സ്വർഗം എന്നൊക്കെ പറയത്തില്ലേ, നമുക്കതിനു പകരം ഇവിടെ കൈലാസം. നമുക്കവിടെ ചെന്നിട്ട് ശിവലോകത്തിൽ ചെന്നിട്ട് നമുക്ക് ശിവലോകം ലഭിക്കും എന്നാണ് പറയുന്നത്. അത് ഈ ഭൂമിയിൽ ആയുസ്സൊക്കെ തീർന്നതിന് ശേഷമുള്ള കാര്യമാണ്. പക്ഷേ ഈ കൈവള ചാർത്തിയ ആ ഭഗവൽ രൂപം നേരിട്ട് ദർശിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? നമുക്ക് സകല പാപങ്ങളിൽ നിന്നും, എല്ലാ ജന്മപാപങ്ങളിൽ നിന്നും മുക്തിയുണ്ടാകും എന്നാണ് പറയുന്നത്. ഇങ്ങനെ നരനാരായണന്മാരുടെയും കേദാരേശ്വരന്റെയും രൂപം ദർശിക്കുന്നയാൾ നിശ്ചയമായും മോക്ഷം പ്രാപിക്കുന്നതാണ്. അവിടെ മഹാവിഷ്ണുവിന്റെ, അതായത് ഈ പ്രപഞ്ചം ഉണ്ടാകുന്ന സമയത്ത്, ഇവിടെ പ്രകൃതി ഉണ്ടാകുന്ന സമയത്ത്, ഇവിടെ സൃഷ്ടികൾ ഉണ്ടാകുന്ന സമയത്ത് അതിനെ സ്ഥിതിയായി പരിപാലിക്കുന്നതിന് വേണ്ടിയുള്ള മഹാവിഷ്ണുവിന്റെ 2 അവതാരങ്ങളായ നരനും നാരായണനും കൂടി വസിക്കുന്ന കേദാരേശ്വര രൂപം. ഇവിടെ നരനും നാരായണന്റെ സാന്നിധ്യമുണ്ട്. അപ്പോൾ മഹാവിഷ്ണുവിന്റെ സാന്നിധ്യവുമുണ്ട്,
ഭഗവാന്റെ നേരിട്ടുള്ള സാന്നിധ്യവുമുണ്ട്. അത് ദർശിക്കുന്നവർക്ക് മോക്ഷവും പുണ്യവും ഉണ്ടാകും. അപ്പോൾ അവിടെ ചെന്നിട്ട് നമ്മൾക്ക് പ്രാർത്ഥിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? എന്താ ഉള്ളത്? നമ്മൾ ദർശിച്ചാൽ മതി. ഭഗവാനെ ദർശിക്കുക എന്നുള്ളതാണ് കേദാർനാഥിൽ പറഞ്ഞിരിക്കുന്നത്. കേദാർനാഥിൽ പോയിട്ട് നമ്മൾ നമ്മുടെ ആഗ്രഹങ്ങളും നിലവിളിയുമൊന്നും സമർപ്പിക്കേണ്ട കാര്യമില്ല. അവിടെ അതൊന്നും എടുക്കത്തില്ല. കാരണം അത് ശിവലോകത്തിന് തുല്യമായിരിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ മാനുഷിക ദുഃഖങ്ങളൊന്നും അവിടെ എടുക്കുന്ന ഒരു അതല്ല. നിങ്ങൾ വിചാരിക്കുമ്പോൾ എൻ്റെ ദുഃഖം, എൻ്റെ മകന്റെ കല്യാണം, എൻ്റെ വീട് ജപ്തി ചെയ്യാൻ പോകുന്നു, എൻ്റെ കഷ്ടപ്പാടുകൾ, ദുരിതങ്ങൾ, ഇതൊക്കെ മനുഷ്യന് മാത്രം അനുഭവിക്കാനുള്ളതാണ്. ഏതെങ്കിലും മറ്റാരെങ്കിലും അനുഭവിക്കുന്നുണ്ടോ? ആകാശത്തിലെ പക്ഷികളോ ഇവിടുത്തെ മൃഗങ്ങളോ വല്ലതും അനുഭവിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഇത് മനുഷ്യനാൽ ഉണ്ടാക്കി വെച്ച കുറെ കാര്യങ്ങളാണ്. ആത്മാവിന് ദോഷം വരുന്നതല്ല, ശരീരത്തിന് ദോഷമുള്ളതാണ്. ഇതൊന്നും അവിടെ എടുക്കുന്ന കാര്യമല്ല. ഇത്തരം ആഗ്രഹങ്ങളൊക്കെ ഭൂമിയിലുള്ളതാണ്. അത് നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു രീതിയിൽ പ്രാർത്ഥിക്കുക. ഇവിടെ കേദാറിൽ മൗനമായി നിന്ന് ദർശിക്കുക എന്നുള്ളതാണ് പ്രധാന ഘടകം എന്ന് പറയുന്നത്. അതായത് കൈലാസത്തിലെ മഹാദേവനെ നേരിട്ട് നമ്മൾ കണ്ടാൽ എങ്ങനെയായിരിക്കും? നിലവിളിക്കുമോ? അയ്യോ ഭഗവാനെ, അയ്യോ അയ്യോ അപ്പ, ഇങ്ങനെ നിലവിളിക്കുമോ? അല്ലെങ്കിൽ നമ്മളൊരു അമ്പലത്തിൽ നട തുറക്കുന്ന സമയത്ത് കാണാം. ഒരു അമ്പലത്തിൽ ദർശനത്തിന് പോയി കഴിഞ്ഞാൽ, നമ്മുടെ പല അമ്പലങ്ങളിലും അങ്ങനെയാണ്. ഭഗവാന്റെ അമ്പലങ്ങളിൽ നട തുറന്ന് ദീപാരാധന കൊടുക്കുന്ന സമയത്ത് പിന്നെ അതുവരെ മിണ്ടാതിരുന്നവരെല്ലാം കൂടി കിടന്നിട്ട് ഓ അമ്മേ നാരായണ, ദേവി, മഹാമായേ, അല്ലെങ്കിൽ മഹാദേവ മഹാദേവ, ശംഭോ ശംഭോ മഹാദേവ മനസ്സിൽ ജപിക്കൂ. അവിടെ നിശബ്ദമായ ഭഗവാന്റെ ആരാധന കാണുവാൻ നിൽക്കുന്ന അനേകം പേരില്ലേ? അങ്ങനെയൊന്നും ജപിക്കുന്നത് കൊണ്ട് അവിടെ ഭക്തിമുഖരിതമാകുമെന്നാണ് നിങ്ങളുടെ വിചാരമെങ്കിൽ ദീപാരാധന സമയം കൺകുളിർക്കെ ആ ബിംബത്തെ കാണണം, മൗനമായി നിന്നുകൊണ്ട്. അവിടെ നിങ്ങൾ നിങ്ങളുടെ ആഗ്രഹങ്ങളും പ്രാർത്ഥനകളും പുകഴ്ത്തലുകളുമല്ല, ഏറ്റവും പ്രശോഭിതമായി നിൽക്കുന്ന ആ ഒരു മുഹൂർത്തത്തെ നിങ്ങൾ കൺകുളിർക്കെ കാണുക എന്നുള്ളതാണ് പ്രധാനം. എന്നാൽ പലരും തിരുമേനി അമ്പലത്തിന്റെ വാതിൽ തുറക്കുമ്പോൾ തന്നെ കണ്ണടച്ച് നിന്ന് തൊഴുവാണ്. അവിടെ ദീപാരാധന ദർശിക്കുന്നില്ല. കണ്ണുകൾ തുറന്നു വെച്ചിട്ട് എല്ലാം മാറ്റിക്കൊണ്ട് നിങ്ങൾ ആ ദേവിയാണെങ്കിലും ദേവനാണെങ്കിലും ആരാണെങ്കിലും ആ ദീപാരാധന മുഴുവൻ നിങ്ങൾ കണ്ട് നിങ്ങളുടെ മനസ്സിൽ ആവാഹിക്കണം. മൗനമായി നിന്ന് കാണുക. ഭഗവാന്റെ മുന്നിൽ മൗനമായിരിക്കണമെന്നാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. നിലവിളിച്ചുകൊണ്ടോ പുകഴ്ത്തിക്കൊണ്ടോ ഇരിക്കണ്ട. അതൊക്കെ നിങ്ങൾ ജപിക്കുക. പക്ഷെ ഭഗവാന്റെ മുന്നിൽ, അതുകൊണ്ട് കേദാരത്തിൽ ചെന്ന് കഴിയുമ്പോൾ അവിടെ എപ്പോഴും നമഃശിവായ ജപം ഉണ്ട്, ഇല്ലാന്ന് ഗുരു പറയുന്നില്ല. അതൊക്കെ നമുക്ക് അതിന് ചുറ്റും എവിടെയെങ്കിലും ഒക്കെ നിന്ന് ജപിക്കണം. പക്ഷെ നമ്മൾ അവിടെ ജപിക്കുന്നത് കൊണ്ടൊരു കുഴപ്പമില്ല. നമ്മുടെ ആഗ്രഹങ്ങളും അല്ലെങ്കിൽ ഇല്ലായ്മകളും ഒക്കെയും അവിടെ ഏറ്റെടുക്കില്ല. നമ്മുടെ അത് അങ്ങനെ എടുക്കുന്ന സ്ഥലമല്ലത്. അവിടെ ചെന്ന് ദർശനം എന്ന് പറയുന്നത് നമുക്ക് മഹാപുണ്യത്തെ നൽകുന്നതാണ്. എല്ലാ പാപങ്ങളും തീർത്ത് നമുക്ക് ജീവൻ മുക്തി നൽകുന്നതാണ്, മോക്ഷത്തെ പ്രദാനം ചെയ്യുന്നതാണ്. അതാണ് കേദാർ ദർശനം കൊണ്ട് കാര്യമാക്കുന്നത്. അപ്പോൾ ഈ പറഞ്ഞതിൽ ചിലപ്പോൾ ചിലർക്കൊക്കെ അമ്പലത്തിലെ കാര്യം പറഞ്ഞപ്പോളേ അതിലൊക്കെ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അങ്ങനെയാണ് മക്കളെ. നമ്മളൊരു ഒരു പൂജാ സമയത്ത് നട തുറക്കുന്ന സമയത്ത് വെറുതെ കയ്യും കാലും ഒക്കെ ഉയർത്തി പുറകിൽ നിൽക്കുന്നവർക്ക് കാണാത്ത രീതിയിലൊക്കെ കൈയൊക്കെ ഉയർത്തി വെച്ചും തൊഴുതും വീണും അങ്ങനെയൊന്നും അതൊന്നും ഒരു കാര്യവുമില്ല. അതിലൊന്നും മിണ്ടാതിരിക്കുക, അത് കാണുക, മനസ്സു ഭഗവാനിലേക്ക് കൊടുക്കുക, അത്രയും മതി. ആ മണിനാഥവും ആ ദീപമൊഴിയുന്നതും ഒക്കെയും കണ്ടും കേട്ടും എല്ലാവരുടെയും മനസ്സുകൊണ്ടിരട്ടെ. അതല്ലേ ഒരു പൂജ എന്ന് പറയുന്നത്. എല്ലാവർക്കും സകല ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ. കേദാരേശ്വരന്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ ജനങ്ങളിലും ഉണ്ടാകുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും മഹാദേവന്റെ വലിയ അനുഗ്രഹങ്ങളും കൃപയും ഉണ്ടായിരിക്കട്ടെ. ഓം ഹരഹര ശിവശങ്കര, ജയ ജയ ശിവശങ്കര. ഓം കൈലാസവാസ, ഓം സർപ്പധാരി, ഓം ഭസ്മഭൂഷണ, ഓം ഗംഗാധര, ഓം ജടാധര, ഓം ത്രിനേത്ര, ഓം ത്രിശൂലനാഥ, ഓം ഉമാമഹേശ്വര നമോ നമഃ.